യു. ഇപ്പൊ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഗൈഡ്ലൈൻ ആക്കിയിട്ടുണ്ട്. അതിൽ ഇവിടെ പറയുന്നതൊക്കെ നെഗറ്റീവ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ആണ്. അത് ഞങ്ങൾക്ക് വലുതായിട്ട് കാണണമെങ്കിൽ ഈ കമ്പനിക്ക് ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. എന്തൊക്കെയാ? 7 ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റീസ് ഷുഡ് നോട്ട് ഡീൽ വിത്ത് ഫോളോയിങ് പ്രൊഡക്ട്സ്. ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കമ്പനിക്കൊന്നും ഈ വർഷം മഹാരാഷ്ട്രയിൽ ഗൈഡ്ലൈൻ വന്നു. ഇത് 30 ദിവസം കൊണ്ട് ഒരാള് ഒരു നെറ്റ്വർക്ക് കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഇഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കാൻ ആർസിബിലുണ്ടോ? അതുകൊണ്ടാണ് കമ്മീഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഡേയ്സ് എടുക്കും. കാരണം ഈ ഡിസംബർ 31 ക്ലോസ് ചെയ്യും. ഈ മാസം 5-ാം തീയതി 6-ാം തീയതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ 31-ാം തീയതി വാങ്ങിയ സാധനം അയാൾക്ക് ഈ മാസം 31 വരെ എന്തുണ്ട്? അപ്പൊ കമ്പനി നഷ്ടത്തിലേക്ക് പോകും. വീക്കിലി കമ്മീഷൻ കൊടുക്കുന്ന കമ്പനി നിങ്ങൾക്ക് അറിയോ? ആഴ്ചയിൽ വരുമാനം കൊടുക്കുന്ന കമ്പനി ഉണ്ടോ? സാറേ ഇല്ലേ? നിൽക്കുവോ? ആ കമ്പനി നിന്നു പോകും. ഈ നിയമപ്രകാരം നിൽക്കില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് 2025 7,000 കോടി 65,000 കോടിയിലേക്ക് ഇൻഡസ്ട്രി പോകുമെന്ന് പറയുന്നത് ജെന്യൂയിൻ കമ്പനികളുടെ ഒരു ഗ്രോത്തോടു കൂടി തന്നെയായിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത്. നിയമപരമായ കാര്യങ്ങൾ തെറ്റായ എല്ലാ ലൂപ്ഹോൾസും അടച്ച് ഒരു ശരിയിലേക്ക് ഇൻഡസ്ട്രി വർഷത്തോടു കൂടി മാറുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോമ്പൻസേഷൻ പ്ലാനിലെ പീരീഡ് ഓഫ് ക്ലോസിംഗ്, അതായത് പ്ലാൻ അക്കോർഡിംഗ് ടു ഗവൺമെന്റ് ഗൈഡ് ലൈൻ അനുസരിച്ചായിരിക്കണം ബാങ്ക്സ് വിച്ച് കൺസ്യൂമർ ആൻഡ് ബിഗിനർ ആൻഡ് ടോപ്പ് ലീഡർ ഇടയിൽ പീരീഡ് ഓഫ് ക്ലോസിംഗ് 30 days ആയിരിക്കണം. ഇറ്റ് ഈസ് എ ലെജിറ്റിമേറ്റ് കമ്പനി ഓപ്പർച്യൂണിറ്റി ബിക്കം എ ടോപ്പ് ലീഡർ. എല്ലാവർക്കും ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടോപ്പ് ലീഡർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. കമ്പനി ഷുഡ് ബി പ്രോഫിറ്റബിൾ. എങ്ങനെയാവുക? 30-ാം തീയതി ക്ലോസ് ചെയ്ത് അടുത്ത മാസം കൊടുത്തില്ലെങ്കിൽ ഒരു എല്ലാവരും വന്നുകൊണ്ട് പിൻവലിക്കുന്നു. ചില കമ്പനിയുണ്ട്, നിങ്ങൾക്ക് പേര് ഞാൻ ട്രെയിനിങ് പേര് പറയുന്നത് നമ്മളൊരു എക്സ് നല്ല ഇപ്പൊ കേരളത്തിൽ നമ്മളെക്കാൾ വലിയ മീറ്റിംഗ് നടക്കുന്ന പല കമ്പനി വീക്ക്ലി ക്ലോസിംഗ് ആണ്. വീക്ക്ലി ക്ലോസിംഗ് എനിക്കറിയാം, എത്ര പേർക്ക് അറിയാം? വീക്ക്ലി ക്ലോസിംഗ് ഇതൊന്നും ലീഗലി നിൽക്കുന്ന കമ്പനിയല്ല.